Hi children, today myself is with a new lesson for the 7th standard students, Models of Ability. ഈ മോഡൽസ് ഓഫ് എബിലിറ്റി നമ്മൾ ഇതിനു മുന്നേ മോഡൽ ഓക്സിലറീസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഏതൊക്കെയാണ് മോഡൽ എബിലിറ്റി, മോഡൽസ് ഓഫ് എബിലിറ്റി എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ മോഡൽസ് ഓഫ് എബിലിറ്റി അത് ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. നമ്മൾക്കറിയാം, നമ്മൾ മോഡൽ ഓക്സിലറിയിൽ പഠിച്ച അതേ കാര്യം തന്നെയാണ് ഈ ക്ലാസ്സിലും പഠിക്കുന്നത്. അപ്പോൾ ഇത് ഹെൽപ്പിംഗ് വേർബ്സ് ആണ് മോഡൽ എബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ക്യാൻ ആൻഡ് കനോട്ട്. ഇത് പ്രസൻറ്റ് ടെൻസിലാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ക്യാൻ അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഫോമായ കനോട്ട്, അത് പ്രസൻറ്റ് ടെൻസിൽ എബിലിറ്റിയെ കുറിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ക്യാൻ എന്ന് പറഞ്ഞാൽ അത് എബിലിറ്റിയാണ്. എനിക്ക് കഴിയും, എനിക്ക് പറ്റും, സാധിക്കും, സാധ്യതയെ കുറിക്കുന്ന വാക്കാണ് ക്യാൻ. സാധ്യമല്ലാത്തതിനെയും കുറിക്കുന്ന വാക്കാണ് അതിൻ്റെ നെഗറ്റീവ് ഫോമായ കനോട്ട്, അല്ലെങ്കിൽ കാൺട്ട്. അപ്പോൾ മോഡൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് പ്രസൻറ്റ് ടെൻസിൽ ക്യാൻ പോസിറ്റീവ് ഫോമിലും കനോട്ട് അല്ലെങ്കിൽ കാൺട്ട് നെഗറ്റീവ് ഫോമിലുമാണ്. ഇനി ഇതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ചില എബിലിറ്റിയെ കാണിക്കുന്ന വാക്കുകളാണ് ആർ ഏബിൾ ടു, ആം ഏബിൾ ടു. ഇത് ക്യാന് പകരം ഉപയോഗിക്കുന്ന എബിലിറ്റിയെ കാണിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ എന്താണ് ആം ഏബിൾ ടു അല്ലെങ്കിൽ ആർ ഏബിൾ ടു. പക്ഷേ ഇവിടെ സാധാരണയായി ക്യാൻ ആണ് കോമൺലി യൂസ്ഡ് വേർഡ്. സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്ക് ക്യാൻ ആണ്. ഐ ആം നോട്ട് ഏബിൾ ടു, അല്ല ദേ ആർ നോട്ട് ഏബിൾ ടു, അല്ലെങ്കിൽ ദേ ആർ ഏബിൾ ടു, ഐ ആം ഏബിൾ ടു. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. ഇൻസ്റ്റെഡ് ഓഫ് ആം ഓർ ആർ ഏബിൾ ടു വി യൂസ് ക്യാൻ. ക്യാൻ ആണ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി ഒരു ജനറൽ എബിലിറ്റിയെ മറ്റുള്ളവർക്ക് ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പാസ്റ്റിൽ നടന്ന ഒരു ജനറൽ എബിലിറ്റിയെ, പൊതുവായിട്ടുള്ള ഒരു എബിലിറ്റിയെ കുറിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കുഡ് ഉപയോഗിക്കാം. കുഡിൻ്റെ ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൺവേ ചെയ്യണം, ഒരു ജനറൽ, അങ്ങനെ പാസ്റ്റിലെ ഒരു കാര്യം കൺവേ ചെയ്ത് പറയുവാനായിട്ട് നമ്മൾ ഒരു പൊതുവായിട്ടുള്ള ജനറലായിട്ടുള്ള ഒരു എബിലിറ്റി അതിനെ കുറിക്കുവാൻ വേണ്ടിയിട്ട് പാസ്റ്റിൽ അത് പറയുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമായ കുഡ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. മാർത്ത കുഡ് റൺ 10 kilometers when she was in her 20s. മാർത്തയ്ക്ക് 10 കിലോമീറ്ററോളം ഓടാൻ കഴിഞ്ഞിരുന്നു. എപ്പോഴാ? when she was in her 20s. അവൾക്ക് 20 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൾക്ക് 10 കിലോമീറ്ററോളം ഓടാൻ കഴിഞ്ഞിരുന്നു. ദിസ് ഈസ് എ ജനറൽ എബിലിറ്റി ഇൻ ദ പാസ്റ്റ്. ഇത് ഒരു ജനറലായിട്ടുള്ള എബിലിറ്റിയാണ്, അത് പാസ്റ്റിലെ. ഇത് നമ്മളെ കൺവേ ചെയ്യുകയാണ്, നമ്മളെ ഇത് ധരിപ്പിക്കുകയാണ്. അപ്പോൾ മാർത്തയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ ഓടാൻ കഴിഞ്ഞിരുന്നു. എത്ര കിലോമീറ്റർ? 10 കിലോമീറ്റർ സാധിക്കുമായിരുന്നു. പക്ഷേ നൗ ഷീ കനോട്ട്, ഇപ്പോൾ അവൾക്ക് സാധ്യമല്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു നെഗറ്റീവ് ഉണ്ട്. എന്താണ് നെഗറ്റീവ്? അന്ന് കഴിഞ്ഞിരുന്നു, പക്ഷേ ഇന്ന് കഴിയില്ല. ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിലും അതിനകത്ത് ഒരു നെഗറ്റീവ് നമ്മൾക്ക് കാണാൻ കഴിയും. എന്താണ് 10 വയസ്സുള്ളപ്പോൾ 20 വയസ്സുള്ളപ്പോൾ 10 കിലോമീറ്റർ ഓടാൻ മാർത്തയ്ക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ മാർത്തയ്ക്ക് കഴിഞ്ഞിരുന്ന അവൾക്ക് ഇന്ന് 10 ഓടാൻ പറ്റുന്നില്ല, 10 കിലോമീറ്റർ ഓടാൻ പറ്റുന്നില്ല. ഇനി കുഡ് ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കാറില്ല. ഇനി അഥവാ ഉപയോഗിച്ചാൽ തന്നെ അത് ഒരു മൊമെൻ്ററി ആയിരിക്കും, അല്ലെങ്കിൽ വൺ ടൈം എബിലിറ്റി ആയിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എബിലിറ്റി ആയിരിക്കില്ല. യെസ്റ്റർഡേ ഐ കുഡ് ലിഫ്റ്റ് ദ കോച്ച് ബൈ മൈസെൽഫ്. ഇത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ഫോമാണ്. അതിനകത്ത് നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇന്നലെ കോച്ച് എനിക്ക്, അതായത് കിടക്കുന്ന ആ കട്ടിൽ കിടക്ക അത് ഉയർത്താനായിട്ട് ഇന്നലെ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ബട്ട് ടുഡേ ഐ ക്യാൻ. ഇനി ഇതിനെ നെഗറ്റീവ് ഫോമിലാക്കി പറയാം. യെസ്റ്റർഡേ ഐ കുഡിൻ ലിഫ്റ്റ് ദ കോച്ച് ബൈ മൈസെൽഫ്. ഇന്നലെ എനിക്കത് കഴിഞ്ഞിരുന്നില്ല എന്നാണ് അതിൻ്റെ മലയാളാർത്ഥം. പക്ഷേ
അത് ഇന്ന് സാധിക്കും. അതാ പറഞ്ഞത്, ഒരു മൊമെൻ്ററിയാണ്, അല്ലെങ്കിൽ ഒരു വൺ ടൈം എബിലിറ്റിയാണ്. അതിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് കുഡ് ഉപയോഗിക്കുന്നത്. കുഡിനെ അഥവാ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തെറ്റൊന്നും പറയുവാനില്ല, നമുക്ക് കുഡും ഉപയോഗിക്കാം. പക്ഷേ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു മൊമെൻ്ററി ആയിരിക്കും, അല്ലെങ്കിൽ വൺ ടൈം എബിലിറ്റി ആയിരിക്കും. അത് പോസിറ്റീവ് രീതിയിലെടുക്കുമ്പോൾ അത് എന്താണ്, നമ്മൾക്ക് അതിനെ കൂടുതൽ മറ്റ് എബിലിറ്റി ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ പറ്റാതെ വരും. അതിനകത്തൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകും. ഈ ഷുഡ്, അത് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷുഡ് ഉപയോഗിക്കുന്നത് പോലെ. ഇനി കുഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സന്ദർഭം എന്ന് പറയുന്നത് വുഡ് ബി ഏബിൾ ടു എന്ന മോഡൽ എബിലിറ്റിക്ക് പകരമായിട്ടാണ്. വുഡ് ബി ഏബിൾ ടു, പറ്റുമായിരുന്നു, പറ്റിയേനെ എന്നുള്ള മലയാള അർത്ഥം തരത്തക്ക രീതിയിൽ വുഡ് ബി ഏബിൾ ടു എന്നതിന് പകരം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് കുഡ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ ടീച്ചർ തോട്ട് ഷീ കുഡ് ചേഞ്ച് സുനിൽസ് റൗഡി വേസ് ബട്ട് ഹി വാസ് ടു ഇൻഡിസിപ്ലിൻഡ്. ടീച്ചർ കരുതിയിരുന്നത് ടീച്ചറിന് സുനിലിനെ അവൻ്റെ റൗഡിത്തരങ്ങളിൽ നിന്നും ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ ഹി വാസ് ടു ഇൻഡിസിപ്ലിൻഡ്, പക്ഷേ അവൻ വളരെ ഇൻഡിസിപ്ലിൻഡ് ആയിരുന്നു. ഇവിടുത്തെ ഈ വാക്കിലെ കുഡ് ചേഞ്ച്, ഇത് ഒരു നിശ്ചിത സമയത്ത് വൺ ടൈം എബിലിറ്റി ആയിരുന്നു, ഒരു മൊമെൻ്ററി ആയിരുന്നു. ഹി കുഡ് ചേഞ്ച് സുനിൽസ് റൗഡി വേസ്. സുനിലിൻ്റെ റൗഡിത്തരങ്ങളെ മാറ്റാൻ സാധിക്കുമായിരുന്നു എന്നവൾ ചിന്തിച്ചു. ഇനി ഇത് ഉപയോഗിച്ചിരിക്കുന്നത് വുഡ് ബി ഏബിൾ ടു എന്ന് ഉപയോഗിക്കുന്നതിന് പകരമാണ്. അപ്പോൾ വുഡ് ബി ഏബിൾ ടു എന്ന് പറയുന്നതിന് പകരം, വുഡ് ബി എന്നതിന് പകരം നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് കുഡ് കഴിയും എന്ന് പറയുവാൻ വേണ്ടിയിട്ട്, എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് വുഡ് ബി ഏബിൾ ടു എന്ന് തിരുത്തി ഇതിനെ വായിച്ചാലോ. ദ ടീച്ചർ തോട്ട് ഷീ വുഡ് ബി ഏബിൾ ടു ചേഞ്ച് സുനിൽസ് റൗഡി വേസ് ബട്ട് ഹി വാസ് ടു ഇൻഡിസിപ്ലിൻഡ്. അപ്പോൾ അങ്ങനെ എഴുതിയാലും സുനിലിൻ്റെ റൗഡി വേസിനെ മാറ്റാൻ കഴിയുമായിരിക്കുമെന്ന് ടീച്ചർ വിചാരിച്ചു. ഇനി കുഡ് ചേഞ്ച് ആണെങ്കിലോ, സാധിക്കുമെന്ന് ടീച്ചർ ചിന്തിച്ചു, ബട്ട് നത്തിങ് ഹാപ്പൻഡ്. ഇനി ഇത് നമ്മൾക്ക് ഒരു പൊളൈറ്റ് റിക്വസ്റ്റിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു പെർമിഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സജഷൻ കൊടുക്കുവാൻ വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും, കുഡിനെ ഉപയോഗിക്കാൻ പറ്റും. ഫോർ പൊളൈറ്റ് റിക്വസ്റ്റ്, സീക്കിംഗ് പെർമിഷൻ, അത് ഫോമലാണ്. ഇത് ഫോമലായിട്ട്, ഔപചാരികമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത്, ഈ കുഡ് എന്ന് പറയുന്ന ഈ മോഡൽ ഓക്സിലറി. ആൻഡ് ഗിവിങ് സജഷൻസ് കൊടുക്കുവാൻ വേണ്ടിയിട്ടും നമ്മൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, നമുക്ക് ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് നോക്കാം. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദ അസൈൻമെൻറ്റ്. എന്താണ്, ഇവിടെ ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. എന്താണ് ആ റിക്വസ്റ്റ് എന്ന് പറയുന്നത്? കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദ അസൈൻമെൻറ്റ് ചെയ്ത് എന്നെ സഹായിക്കാൻ പറ്റുമോ, സഹായിച്ചു തരുമോ എന്നുള്ള രീതിയിൽ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റാണ്. അത് അവിടെ വുഡും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ, പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റിന്. ഇനി അടുത്തത്, കുഡ് യു കീപ് ദ സൂ ഓപ്പൺ ദി സൺഡേ. നിങ്ങൾക്ക് ഈ ഞായറാഴ്ച സൂ തുറന്നിടാമോ എന്നുള്ളത് ഒരു റിക്വസ്റ്റാണ്, പൊളൈറ്റ് റിക്വസ്റ്റാണ്. ഇനി യു കുഡ് ഗോ ടു ജയ്സൽമർ ഫോർ യുവർ വെക്കേഷൻ. നിൻ്റെ വെക്കേഷന് നിനക്ക് എവിടേക്ക്, ജയ്സൽമേക്ക് വെക്കേഷന് നിനക്ക് പോകാം എന്നത് ഒരു സജഷൻ ആണ്. ഇനി ചില കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. കണ്ടീഷനായിട്ടുള്ള, ഈ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഈഫ് ചേർത്ത് വരുന്നതാണ് കണ്ടീഷണൽ ക്ലോസ്, അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾക്ക് ഇതിനെ ഉപയോഗിക്കാം. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഒരു ഉദാഹരണം നോക്കാം. ഇഫ് യു കുഡ് റിപ്പയർ മൈ കാർ ബൈ ഈവനിങ് വി കുഡ് ഗോ ഓൺ എ നൈസ് ഔട്ടിങ്. എന്താണ്, നിങ്ങൾക്ക് എൻ്റെ കാർ ഇന്ന് വൈകുന്നേരം റിപ്പയർ ചെയ്ത് തരാൻ കഴിയുമെങ്കിൽ വി കുഡ് ഗോ ഓൺ എ നൈസ് ഔട്ടിങ്, ഞങ്ങൾക്ക് ഒരു ട്രിപ്പിന് പോകുവാനായിട്ട് സാധിക്കും എന്ന രീതിയിൽ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിൽ നമ്മൾക്ക് കുഡ് ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ
ചില പ്രത്യേക സിറ്റുവേഷൻസിൽ നമുക്ക് വാസ് ഏബിൾ ടു വേർ ഏബിൾ ടു നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ ആം ഏബിൾ ടു ആർ ഏബിൾ ടു നമുക്ക് ക്യാനിന് പകരം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതിന് പകരം കുഡിന് പകരം നമുക്ക് പാസ്റ്റിൽ വാസ് ഏബിൾ ടു വേർ ഏബിൾ ടു എന്നുള്ളത് കുഡിന് പകരം പാസ്റ്റിൽ ചില പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ വാസും വേർ എന്ന് പറയുന്നത് ആം ഈസ് ആറിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് വാസ് വേർ. അപ്പോൾ ആമിൻ്റെയും ഈസിൻ്റെയും പാസ്റ്റ് ടെൻസ് ആണ് വാസ്, ആറിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വേർ. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ ക്യാൻ പകരം ആം ഏബിൾ ടു ആർ ഏബിൾ ടു ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ കുഡിന് പകരം വാസ് ഏബിൾ ടു വേർ ഏബിൾ ടു നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഹി വാസ് ഏബിൾ ടു റെസ്ക്യൂ മീ വെൻ ഐ വാസ് ഡ്രൗണിങ്. ഞാൻ മുങ്ങിത്താഴുമ്പോൾ എന്നെ രക്ഷിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അപ്പോൾ ഇവിടെ ഹീ കുഡ് റെസ്ക്യൂ മീ എന്നതിന് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹി വാസ് ഏബിൾ ടു റെസ്ക്യൂ മീ എന്നാണ്. അപ്പോൾ ഇതാണ് മോഡൽസ് ഓഫ് എബിലിറ്റി. ഇത് ഒന്ന് വീട്ടിലിരുന്ന് വളരെ ശ്രദ്ധയോടുകൂടെ വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് സംസാര ഭാഷയിലും ക്യാനും കുഡും ഒക്കെ ഉപയോഗിക്കാൻ, ക്യാൻ ഹാവ് കുഡ് ഹാവ് ഒക്കെ ഉപയോഗിക്കാനും ക്യാൻ ബി കുഡ് ബി എന്നൊക്കെ ഉപയോഗിക്കാനൊക്കെ എങ്ങനെയാണ് സാധിക്കുകയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ എക്സസൈസ് ഉടൻ തന്നെ തരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.